മൊത്തത്തിൽ പരാജയമാണ് ഇവിടെ കേരളത്തിൽ. അത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പരാജയമാണ്. ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിൻ്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾ കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. സർ, ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ്. ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു പരസ്പര ബഹുമാനവും ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അത് വിപരീത ഫലം ഉണ്ടാക്കുക. വീണ്ടും അങ്ങനെയല്ല ശൈലി വേണ്ട എന്നുള്ളതാണ്. തിരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലാതെ നിരുത്സാഹപ്പെടുത്തുക ഇങ്ങനെയുള്ളതും വേണ്ട എന്നുള്ളതല്ല. പാർട്ടി തോൽവി പഠിച്ചു. കേന്ദ്ര കമ്മിറ്റി പരിഹാരങ്ങളും നിർദ്ദേശിച്ചു. വിധിക്ക് ശേഷം നേതാക്കൾ നടത്തിയ ഈ പ്രതികരണങ്ങളിൽ തന്നെയുണ്ട് തിരുത്തൽ പ്രക്രിയയുടെ പ്രതീക്ഷയും പരിമിതികളും. CPIM രാഷ്ട്രീയവും ഭരണപരവുമായ തിരുത്തലുകളിലാണ്. ഏറ്റവും ഒടുവിലെത്തതിൽ നിന്ന് എണ്ണിത്തുക. സഖാക്കൾക്ക് പണത്തോടുള്ള ആർത്തിയെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് തിരുവനന്തപുരം മേഖലായോഗത്തിലായിരുന്നു. അപ്പോഴാണ് കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ആർത്തിക്കഥ പുറത്തുവരുന്നത്. പ്രമോദ് കോട്ടൂളി എന്ന യുവജന നേതാവ് ചില്ലറക്കാരനല്ല. ജില്ലയിലെ പാർട്ടി വിഭാഗീയതയിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് പ്രമോദ്. അവിടെ നേതാക്കൾക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മുതലാളിയുമുണ്ട് കൂട്ടായി. PSC അംഗത്വത്തിന് വനിതാ ഡോക്ടറോട് 60 ലക്ഷം ചോദിച്ചു, 20 ലക്ഷം കൊടുത്തു. കാര്യം നടക്കാഞ്ഞപ്പോൾ പാർട്ടിയിൽ പരാതിപ്പെട്ടു എന്നായിരുന്നു വാർത്ത. ജില്ലാ സെക്രട്ടറി നിഷേധിച്ചു. സംസ്ഥാന കമ്മിറ്റി വടിയെടുത്തപ്പോൾ ഒറ്റവരി വാർത്താക്കുറിപ്പിറക്കി നടപടിയിലേക്ക്. ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പ്രമോദ് അടങ്ങിയിരുന്നില്ല. കോഴ തന്നുവെന്നാരോപിക്കപ്പെട്ട ശ്രീജിത്തിന്റെ വീടിനു മുന്നിൽ അമ്മയ്ക്കൊപ്പം സത്യഗ്രഹം. പലതും പറയുമെന്ന വെല്ലുവിളി. ഇത് പ്രമോദ് സ്വന്തം കീശയിലാക്കിയ പണമല്ല. കൊടുത്തത് സത്യമെന്നും വാങ്ങിയ ആളെ അറിയാമെന്നും പ്രമോദ് പറയുന്നു. പാർട്ടിയിലെ വിഭാഗീയത പുറത്തു വരുമ്പോൾ റിയൽ എസ്റ്റേറ്റുകാരുടെ തോളത്ത് കൈയിട്ടവർ, സഞ്ചരിച്ചവർ ഒക്കെ മിണ്ടാതെ നടക്കുകയാണ്. കോഴിക്കോട്ടെ പാർട്ടിയിൽ ശുദ്ധികലശത്തിന് പാർട്ടിക്ക് ധൈര്യമുണ്ടോ എന്നതാണ് ചോദ്യം. ഞങ്ങൾ അടിക്കാൻ വേണ്ടിയല്ല പോയത്. അത് മുമ്പ് ചെയ്യാം, ശേഷം ചെയ്യാം, ഇനിയും ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ നയം അതല്ല. SFI സുനിൽ ഭാസ്കർ എന്ന് പറയുന്ന തെമ്മാടി ഈ ക്യാമ്പസിനകത്ത് വന്ന് പുറത്ത് പോകേണ്ട തീരുമാനിച്ചാൽ അയാൾ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ച് നടന്നു പോകാൻ വേണ്ടി തയ്യാറാവില്ല. 3-4 ആളുകളുടെ സഹായം വേണ്ടി വരും. ആ നിലയിൽ ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെ ഈ അധ്യാപകൻ രണ്ട് കാലില് ഈ അധ്യാപകനടുത്ത് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് കയറുവല എന്ന് പറയുന്നത് SFI ആണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കഴിവും ഈ സംഘടനയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിപ്പോ SFI പറയുന്നത്. SFI നല്ല ഉത്തരവാദിത്തത്തോട് പറയുകയാണ്, ഈ പറഞ്ഞ അധ്യാപകൻ ഈ ക്യാമ്പസിൽ കയറൂല. ഈ പറഞ്ഞ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലാസ് നടത്തൂല. SFI പറയുന്നത്. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ച ശേഷം SFIയിലെ കുട്ടികളുടെ ഭീഷണി പ്രസംഗം. ഹെൽപ്പ് ഡെസ്ക് വേണമെന്ന SFIയും വേണ്ടെന്ന് കോളേജും പറഞ്ഞതിന്റെ പ്രത്യാഘാതം. പക്ഷേ സംഭവത്തിൽ SFIക്ക് ഒരുപാട് ന്യായമുണ്ട് പറയാൻ. അധ്യാപകനുമായി സംസാരിച്ച് പലതരത്തിൽ അധ്യാപകന്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടാകുന്നു. ആ സംസാരത്തിന്റെ തുടർച്ചയിൽ ഈ SFI ഏരിയ പ്രസിഡന്റ് അഭിനവിനെ ഈ അധ്യാപകൻ മർദ്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചെവിക്ക് ആണ് അടിക്കുന്നത്. ആ അടിയേറ്റ് അഭിനവിൻ്റെ ആ ഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ വിദ്യാർത്ഥി നേതാവ് അവിടെ വീഴുന്നുണ്ട്. മിനിറ്റുകൾക്ക് ശേഷമാണ് ആ വിദ്യാർത്ഥി നേതാവ് ഈ അധ്യാപകന് നേരെ പാഞ്ഞെടുക്കുന്ന വിഷ്വൽ നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI എന്ന വിദ്യാർത്ഥി സംഘടന പുറത്തുനിന്ന് ഉപദേശങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കും. അടി കൊടുക്കുമ്പോൾ പുറത്തുള്ളവർക്കായിരിക്കും. റിപ്പോർട്ടർ ചാനലിന്റെ ഉപദേശം എടുക്കുന്നില്ല. ബിനോയ് വിശ്വത്തിന് ഉപദേശം എടുക്കുന്നുണ്ടോ? അത് ഞങ്ങൾ ആലോചിച്ചോളാം. SFI ആ ശൈലി തിരുത്തിയേ തീരൂ.
ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. SFIയിലെ സുഹൃത്തുക്കൾ, സഖാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല. പുതിയ SFIക്കാർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിൻ്റെ ആഴം അറിയില്ല. പുതിയ SFIക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല. അവരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും. ബിനോയ് വിശ്വം SFIയെ പഠിപ്പിക്കാൻ വന്നത് പാർട്ടി സെക്രട്ടറിക്കും പിടിച്ചിട്ടില്ല. അല്ല, അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഒരു പൊട്ടിക്കലും ഒരു അധോലോക പ്രവർത്തനവും CPIMൻ്റെ ഭാഗമായിട്ട് ഒരാളും നടത്താൻ അനുവദിക്കില്ല. ഒരാളെയും ആ രീതിയിൽ പാർട്ടിയിൽ സംരക്ഷിക്കുന്നില്ല. അതാണ് പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് മനസ്സിലാക്കിക്കൊണ്ടല്ല അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാകുക. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു മാത്രമേ ഉള്ളൂ. പ്രത്യേക പാർട്ടി വേറൊരു പാർട്ടിയാണല്ലോ, അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. CPIMന്റെയും മുഖ്യമന്ത്രിയുടെയും എക്കാലത്തെയും രക്ഷാപ്രവർത്തകൻ AK ബാലൻ ഉടൻ തന്നെ രംഗത്തെത്തി. CPIMും അതുപോലെ തന്നെ SFIയും അതുപോലെ തന്നെ വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല. അത് ആദ്യം തന്നെ പറയാം. കൊയിലാണ്ടിയിൽ നിന്നില്ല, കാര്യവട്ടത്ത് KSU ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ ഇടിമുറിയിലിട്ട് തല്ലിയെന്നായിരുന്നു പരാതി. SFIയിലെ അഭിജിത്ത് എന്ന് പറയുന്ന ഒരാൾ എന്നെ എടുത്തുകൊണ്ട് എൻ്റെ കഴുത്തിന് പിടിച്ച് എടുത്തുകൊണ്ട് എന്നെ തൂക്കിയെടുത്ത് ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ബലം പിടിച്ച ഒരു കമ്പിയിൽ ഞാൻ ഇങ്ങനെ പിടിച്ചിരുന്നു. അപ്പോൾ ആ കമ്പിയിൽ പിടിച്ച സമയത്ത് എൻ്റെ കഴുത്തിന് ഞെരിച്ച് അത് ശ്വാസം കിട്ടാത്ത അവസ്ഥയായിരുന്നു. അതിൽ ഇറുക്കി പിടിച്ചു വെച്ചതിന് ശേഷം വിളിച്ചപ്പോഴാണ് വിട്ടത് അയാൾ. അതിനുശേഷം എന്നെ 121 റൂമിലോട്ട് കൊണ്ടുപോയി. ആ റൂമിൽ വെച്ച് ചോദ്യം ചെയ്യലായിരുന്നു. SFIക്കെതിരെ പ്രവർത്തിക്കുമോ, ഞാൻ ആരെന്നറിയാമോ, ഞാൻ MPയുടെ മകനാണ്, സിൻഡിക്കേറ്റ് സെനറ്റൊക്കെ ഞങ്ങളെ കൂടെയാണ്, ഇപ്പോഴത്തെ രജിസ്ട്രാർ ഞങ്ങൾ പറയുന്നതിനപ്പുറം അനങ്ങൂല, ഇങ്ങനെ നീ ഇനി ഇവിടെ പഠിക്കണ്ട, നീ ഇനി ഇവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഞങ്ങളാണ്, നീ SFI നേതാക്കന്മാർക്കോട് സംസാരിക്കാറായോ, നീ എന്തിനാടാ ഞങ്ങളെ നോക്കുന്നത്, നീ ഇനി ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തരുത്, അങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. വയറിലൊക്കെ ഇങ്ങനെ ഈർക്കി പിടിച്ച് കുറുക്കിലടിച്ചു, തലയ്ക്കടിയുണ്ട്. കാര്യമറിഞ്ഞ സ്റ്റേഷനിലെത്തിയ MLAമാരായ M വിൻസെന്റിനും ചാണ്ടി ഉമ്മനും കിട്ടി. ഞാനിവിടെ വന്നിറങ്ങിയ ഉടനെ SFIക്കാരെ ആക്രമിക്കുകയാണ് ചെയ്തത്. കാരെന്നിറങ്ങിയപ്പോൾ എന്നെ ആക്രമിച്ചു. അത് നിങ്ങളെല്ലാവരും നിൽക്കുമ്പോഴല്ലേ ചെയ്തത്, ഇവിടെ പോലീസുകാരും ഉണ്ടായിരിക്കുമ്പോഴല്ലേ ചെയ്തത്. നിങ്ങളെ സാക്ഷിയായി നടന്ന ഒരു സംഭവമാണിത്. SFIക്കാരുടെ ധാർഷ്ട്യം എത്രമാത്രമാണെന്ന് തെളിയുകയാണ്. കാര്യങ്ങൾ സഭയിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്പോര് ഇങ്ങനെ. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ KSU? ഓർമ്മയില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത്? എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്? ഇതല്ലേ ആലോചിക്കേണ്ടത്. ഇടിമുറിയിലൂടെയാണോ? നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്? ആ SFIയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ട് പോകുള്ളൂ. ഒരു സംശയവും വേണ്ട, നിങ്ങളെ കൊണ്ട് പോകുള്ളൂ. സാർ, ഇവിടെ അലിഖിത നിയമവാഴ്ചയാണ്, പ്രാകൃത ശിക്ഷാരീതിയാണ്. സിദ്ധാർത്ഥിന്റെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ അലിഖിതമായ നിയമവാഴ്ചയാണെന്നാണ്. എന്തും ചെയ്യാം, പ്രാകൃതമായ ശിക്ഷാ നടപടികളാണെന്നാണ്. എന്നിട്ടാണ് ന്യായീകരിക്കുന്നത്. നിങ്ങളുടെ പോലീസാ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി കൊടുത്തത്. ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. CPMന്റെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലുള്ള സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളാണ്.
ആ കാര്യങ്ങൾ തിരുത്തണമെന്ന അഭിപ്രായമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, അത്തരം കാര്യങ്ങളൊന്നും പൂർണ്ണമായി തിരുത്തി പോകാൻ കഴിയില്ല. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പല കാര്യങ്ങൾക്കകത്തും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന ഒരാളാണ്. ഇനിയിപ്പം ഞാനത് പറഞ്ഞിട്ട് വീണ്ടും അത് ഇപ്പം ആ സംഘടനക്കകത്തുനിന്ന് തിരുത്താൻ വേണ്ടി പോകുന്നില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് തിരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ട് ഇനി ആ സംഘടനക്കകത്തു നിന്ന് തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ പറയാൻ ആളല്ല. കണ്ണൂരിലെ CPM-ന്റെ യുവനേതാവ് പാർട്ടി വിട്ടത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയയുമായി പാർട്ടിക്കുള്ള ബന്ധവും കൊലപാതക രാഷ്ട്രീയവും ഉന്നയിച്ചാണ്. മനു തോമസ് പറഞ്ഞതിനോട് കരുതലോടെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പ്രതികരിച്ചു. എന്നാൽ കണ്ണൂരിലെ ചെന്താരകത്തിന് മിണ്ടാതിരിക്കാനാകുമായിരുന്നു. അർജുൻ ആയങ്കിക്കും ആകാശ് തെലങ്കേരിക്കും മിണ്ടാതിരിക്കാനാകുമായിരുന്നില്ല. P. ജയരാജന്റെ അമിതാവേശം ദോഷമായെന്ന പാർട്ടി വിലയിരുത്തലിനൊടുവിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം മാറിയത് ഇങ്ങനെ. ഇല്ല, യാതൊന്നും പറയാനില്ല, യാതൊന്നും പറയാനില്ല. മൗനം വിദ്വാന് ഭൂഷണം. മൗനം വിദ്വാന് ഭൂഷണം. വളരെ ഗുരുതരമായ നിങ്ങൾക്ക് ഗുരുതരായിരിക്കും. പക്ഷേ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉണ്ടല്ലോ. ഓക്കെ. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിന്റെ രൂപത്തിലായിരുന്നു ആദ്യ തിരുത്ത്. 4 പ്രതികൾക്ക്, അതായത് കൊലയാളി സംഘത്തിലെ പ്രധാനി TK രജീഷ്, സ്പീക്കർ AN ഷംസീർ, വിവാഹത്തിൽ പങ്കെടുത്ത് അനുഗ്രഹിച്ച മുഹമ്മദ് ഷാഫി, കൊലയാളി സംഘാംഗം സിജിത്ത്, 11-ാം പ്രതി ട്രൗസർ മനോജ്. ജയിൽ മോചനത്തിന് എന്തുകൊണ്ടും അർഹരായ 4 പേരെയാണ് പുറം ലോകം കാട്ടരുത് എന്ന കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി പുറത്തെത്തിക്കാൻ ശ്രമിച്ചത്. സഭയിലെത്തിയ വിഷയത്തെ ആദ്യം അഭ്യൂഹമെന്ന് തള്ളി. സബ്മിഷൻ സമയത്ത് സ്പീക്കറും മുഖ്യമന്ത്രിയും വിട്ടുനിന്നു. പിന്നെ മന്ത്രി MB രാജേഷ് അവതരിപ്പിച്ച ക്യാപ്സൂൾ ഇങ്ങനെയാണ്. ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ആളെ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്നയാൾ ഒരു കാരണവശാലും ഇതിന് പരിഗണിക്കാൻ പറ്റാത്തയാളുടെ പേര് അയക്കുകയാണ്. അത് വളരെ യാദൃശ്ചികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും. അത് പോലീസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണോ അതോ ഈ പ്രശ്നം സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുടില നീക്കമോ ഉപജാപമോ അതിനുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. നടപടി വന്നു. മുകളിലെ നിർദ്ദേശമനുസരിച്ച് KK രമയുടെ മൊഴിയെടുത്ത പോലീസുകാരെ സ്ഥലം മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴിയെടുക്കാനാണെന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്ത് മൊഴി എടുത്തല്ലോ? അപ്പോൾ അല്ല, അതിനകത്തൊരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പോൾ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിലില്ല. 3 പേരെയാണ് ഉദ്ദേശിച്ചത്. പത്തനംതിട്ടയിൽ പാർട്ടി വോട്ട് വലിയ തോതിൽ BJP-യിലേക്ക് പോയതിൽ ഒരു മാസ് എൻട്രി ഒരുക്കിയാണ് ജില്ലാ നേതൃത്വം പരിഹാരം കണ്ടത്. നല്ല ആലോചനയായിരുന്നു. പക്ഷേ മാലയിട്ട് സ്വീകരിച്ചതിൽ ഗുണ്ടയും വധശ്രമക്കേസ് പ്രതിയും കഞ്ചാവ് വിൽപ്പനക്കാരനും ഒക്കെ വന്നതോടെ ന്യായീകരിച്ച് പെട്ടിരിക്കുകയാണ് പാർട്ടി. ഇത് ശരൺ ചന്ദ്രൻ, കാപ്പ കേസ് പ്രതിയാണ്. ആശുപത്രിയിൽ കയറി സ്ത്രീയെ ആക്രമിച്ചതടക്കം 12 കേസുകൾ മാത്രമേ പാർട്ടിയെ ശക്തിപ്പെടുത്താനെത്തിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരനുള്ളൂ. പക്ഷേ ആശങ്ക വേണ്ട, മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. യാതൊരുവിധ ആശങ്കയുടെ അടിസ്ഥാനമില്ല. അപ്പോൾ അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവർ തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ചെങ്കൊടി ഏന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത്. പാർട്ടി മാറിയതുകൊണ്ട് പരാതിക്കാരനും വാദിയും തീരുമാനിച്ച് കേസ് അവസാനിപ്പിക്കും എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. പാർട്ടി മാറുമ്പോൾ കുറ്റം കുറ്റമല്ലാതാകുന്ന അവസ്ഥ. പോലീസ് കേസെടുക്കുന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയല്ല. ഒരാൾ കേസിൽ പ്രതിയായതുകൊണ്ട് അയാൾ കുറ്റവാളിയല്ല. അതാദ്യം നിങ്ങൾ ബോധ്യമാവണം. അയാൾ അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് അയാളുടെ പേരിലൊരു വാർത്തയുമില്ല, അയാൾ പരിശുദ്ധനാണ്. ഇപ്പോഴോ അയാൾ അത് വിട്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ക്രിമിനലായി മാറുന്നത്. കാപ്പ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് പോലീസ് അവരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയെന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കൂ. അത് പൊതുപ്രവർത്തകരുടെ പേരിൽ ഒരിക്കലും എടുക്കാനും പാടില്ല. മന്ത്രി വീണ ജോർജ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ യദു കൃഷ്ണൻ കേസിൽ പെട്ടുകൂടായിരുന്നു. കാരണം യുവമോർച്ചയിലുള്ളപ്പോൾ നടന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടാണല്ലോ ഇവരുടെ വരവ്. പക്ഷേ യദു കഞ്ചാവും ഹുക്കയുമായി
പെട്ടത് സ്വീകരണം ലഭിച്ച 3-ാം ദിവസമാണ്. പക്ഷെ പാർട്ടിക്ക് അതിനുമുണ്ട് മറുപടി. മന്ത്രി MP രാജേഷ് അറിയുന്നുണ്ടോ വകുപ്പിൽ സംഘിക്കൂറുള്ളവരെക്കുറിച്ച്? യദുകൃഷ്ണന്റെ പേരിൽ ഒരു കേസെടുത്തു. പിന്നെ വിശദമായി അന്വേഷിച്ചപ്പോഴാണ് 2 ഗ്രാം കഞ്ചാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. യദുകൃഷ്ണനുമായി സംസാരിച്ചപ്പോൾ അത്തരം ഒരു കഞ്ചാവ് ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, എന്നെ മോശപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ് എന്നാണ് യദുകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വരികയില്ല. നമ്മൾ ഇവിടെ പോയി കാണുന്ന സാറ് കൂടെ പോയി കണ്ടു, അങ്ങനെ എടുത്താണ് കേസ്. നമുക്ക് ആരോടും ഒരടുപ്പവുമില്ല, പരിചയവുമില്ല, അറിയത്തുമില്ല. കണ്ട കാര്യം കണ്ട പോലെ മാസ്റ്ററിലുണ്ട്. അടുത്തതാണ് രസം. സുധീഷ് പോലീസ് തിരയുന്ന വധശ്രമ കേസ് പ്രതിയാണ്. അതും SFI പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി. ഇതിന് അനുയോജ്യമായ ക്യാപ്സൂൾ ഉണ്ടാക്കാൻ കുറച്ചുകൂടി സമയം വേണം. പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് BJP-യിലേക്ക് പോയെന്നും SNDP നേതൃത്വം BJP-ക്കായി പ്രവർത്തിച്ചു എന്നുമുള്ള ഗൗരവത്തിലുള്ള കണ്ടെത്തലുകളിൽ പരിഹാരക്രിയ എങ്ങനെ തുടങ്ങുന്നു എന്ന് നോക്കാം. ഈ പ്രീണനം കൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് ഹിന്ദുക്കളുടെ ഭാഗത്ത് എന്താ പറ്റുക, ഈ മുസ്ലിം പ്രീണനമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർക്ക് ഒരുപാട് അവകാശം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല, അവർക്ക് അധികാരം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. ഇടതുപക്ഷമായാലും തിരക്കില്ല, വലതുപക്ഷമായാലും തിരക്കില്ല. മുസ്ലിം പ്രീണനം ആണ് കൂടുതലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വിദ്വേഷം പറയപ്പെടുകയല്ല. നിങ്ങൾ ഉള്ള സത്യം പറയുമ്പോൾ അത് വിദ്വേഷമായിട്ട് വേണ്ട. മുസ്ലിങ്ങൾ അവർ സമചിത്തയോടും ക്ഷമയോടും ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞത് അവർ സത്യമായും മനസ്സിലാക്കണം. അവർ വിദ്വേഷചിന്തയോട് ചിന്തിക്കരുത്. തിരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളി പലതവണ ഇത് പറഞ്ഞ ശേഷമാണ് പാർട്ടി സെക്രട്ടറി വെള്ളാപ്പള്ളിയെ വേദനിപ്പിക്കാതെ പ്രതികരിക്കാൻ തയ്യാറായത്. വർഗബഹുജന പാർട്ടിക്ക് മുന്നിൽ സമുദായ കണക്കുമായി പോയ സംസ്ഥാന നേതാക്കളെ കേന്ദ്ര കമ്മിറ്റി വിമർശിച്ചെങ്കിലും യാഥാർത്ഥ്യം പിന്തുണച്ച ഭൂരിപക്ഷ വോട്ട് BJP-യിലേക്ക് പോയി എന്നാണല്ലോ. നവോത്ഥാന സമിതി ചെയർമാൻ തീവ്രവാദം പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്ട് ഇങ്ങനെയാണ്. UDF-ലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിൻ്റെ മുഖം SDP-യുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത്? അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിനുണ്ടായോ? ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ച ലീഗിനെ ഭള്ളു പറയുന്ന പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരു നിലപാടായിരുന്നു. ലീഗ് എന്ന് പറയുന്ന സംഘടനയെ ഒരു പരുവത്തിലാക്കി, പരിഹാസ കഥാപാത്രങ്ങളാക്കി അപമാനിച്ചു വിടുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇതിനോട് പ്രതികരിക്കാനുള്ള ശേഷി ലീഗിനില്ലേ? അണികൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അടിമുടി ധാർഷ്ട്യമെന്ന പാർട്ടി വിലയിരുത്തലിൽ തിരുത്തൽ ആരൊക്കെ നടത്തണമെന്നതിൽ പാർട്ടി സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റേണ്ടതില്ല എന്നാണോ? അല്ല, എന്താണ് മാറ്റേണ്ടതെന്ന് പറ. അതായത് ഇപ്പോൾ ഈ പൊതുവായി ഒരു മൈക്ക് കേടായപ്പോൾ മൈക്ക് കേടായതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണോ മാറ്റേണ്ടത്? അല്ല, അത്തരത്തിൽ പൊതു അത് വേറെ എന്താണ് അതായത് മറ്റ് ഒന്നും പറയാനില്ലാന്ന് വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒരു കാര്യമില്ലാതെ ഒരു ഗൗരവമില്ലാത്ത പ്രശ്നമാണ് നിങ്ങൾ മറുപടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കനുകൂല സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തിഹത്യയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരു തിരുത്തും എന്തു തിരുത്തും എന്നതിൽ ചോദ്യങ്ങൾ ബാക്കിയാക്കി പാർട്ടി മുന്നോട്ട്.